ഞാൻ നോക്കിയപ്പം ഒന്ന് രണ്ട് പേര് വേറെ ഇരുന്നിട്ട് അവർക്ക് പ്രതിമ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ജയിൽ സന്ദർശന സമയത്ത് മാത്രമേ ജയിലിലുള്ളവരുമായി സമ്പർക്കം പാടുള്ളൂ. അനുമോള് ചെയ്താൽ മാത്രമേ അവിടെ നിയമലംഘനം വരൂ, അല്ലെങ്കിൽ അനീഷ് ചെയ്യണം നിയമലംഘനം വരണമെങ്കിൽ. കുറഞ്ഞത് ഒരു ഷാനവാസെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് നിയമലംഘനത്തിൽ വരും. ചൂലെടുത്തോണ്ട് വന്ന ആര്യൻ നമ്മുടെ ജിസേലിനെ സഹായിക്കുന്നുണ്ട്. ജിസേല് മോളെ എന്താ വെച്ചാൽ ജിസേല് ചങ്കിനകത്തല്ലേ, സഹായിക്കാതിരിക്കാൻ പറ്റുമോ? ബിഗ് ബോസ് മലയാളം സീസൺ 7 ലക്ഷ്മിയും ജിസേലും ജയിലിലായിട്ടുണ്ട്. അവർക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്, കളിമണ്ണ് ഉപയോഗിച്ച് എല്ലാവരുടെയും പ്രതിമ പണിയുക എന്നുള്ളത്. അവിടെ ഇരിക്കുന്ന ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ എല്ലാം മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവരുടെ പ്രതിമ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാളുടെ പ്രതിമ ഉണ്ടാക്കാൻ ഒരാൾ വന്നിരുന്നാൽ മതി. പക്ഷെ ഇത് കൂട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. ജിസേലിന് ഉള്ളതുകൊണ്ടാണ് അവിടെ കൂടുതൽ പേരും അവിടെ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ റൂൾസ് ഒന്നും ഇല്ല ബിഗ് ബോസിന്. ജയിൽ സന്ദർശന സമയം ഒന്നും ആ സമയത്ത് ഇല്ല. ജിസേല് ജയിലിലാണെങ്കിൽ ജയിലിലാണല്ലോ കൂടുതൽ പ്രയോറിറ്റി ലഭിക്കുന്നത്. അവിടെ എല്ലാവരും ഒനിയിലെ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ആ ജയിലിന് ചുറ്റും വന്നിരുന്ന് കഥ പറയുകയും ജിസേലിനെ ചിരിപ്പിക്കുകയും, അതുപോലെ തന്നെ അക്ബർ വന്നിരുന്ന് ജിസേലിനോട് പിന്നെയും സോറി പറയുകയും, ആര്യനാണെങ്കിൽ വിഷമിച്ച് അങ്ങ് സാഹി കെട്ട് ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് കിടക്കണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ വന്ന് കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കിരുന്ന് ഉറങ്ങുന്ന പോലൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ജിസേലിനെ വിട്ടിട്ട് വരാനുള്ള ഒരു വിഷമം കാരണം ആ ജയിലിൽ തന്നെ ജിസേലിനെ കൂടെ ഇപ്പൊ കയറ്റി കിടത്തി കഴിഞ്ഞാൽ 3 പേരെ ജയിലിടാന്നുണ്ടായിരുന്നെങ്കിൽ ഞാനും അകത്തുപോയി കിടന്നോളാം എന്നുള്ള രീതിയിലാണ് അവിടെ ആര്യനും നിൽക്കുന്നത്. ബിഗ് ബോസ് പല പ്രാവശ്യം അതിനുശേഷം പറയുകയും ചെയ്തു, ജയിൽ സന്ദർശന സമയത്ത് മാത്രം വേണം ഇവിടെ ജയിലിലുള്ളവരെ സന്ദർശിക്കാൻ എന്ന് പറയുമ്പോഴും ബിഗ് ബോസിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. ഈ ആര്യനാണെങ്കിലും അക്ബർ ആണെങ്കിലും അവിടെയുള്ള എല്ലാവരും, ഒരാള് പോലും ബിഗ് ബോസിന് യാതൊരു മര്യാദയും അവിടെ കൊടുക്കുന്നില്ല. അക്ബറും ആര്യനും ഒനിയില് ക്യാപ്റ്റൻ ഉൾപ്പെടെ അവരുടെ കൂടെ വന്ന് അവിടെ പിന്നെയും നിൽക്കുകയാണ്. ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും വരും. ബിഗ് ബോസിനൊന്നും അവരുടെ വിലയില്ല. ഞാൻ പ്രത്യേകം പറയാൻ വന്നത്, അവർക്ക് കളിമണ്ണ് ഉപയോഗിച്ച അവർക്ക് പ്രതിമ ഉണ്ടാക്കാൻ കൊടുത്തിരുന്നല്ലോ. പക്ഷെ ആ പ്രതിമ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളെ നമുക്ക് കാണാം. എന്നുവെച്ചാൽ ജയിലിൽ കിടക്കുന്നവരാണ് പ്രതിമ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അവിടെ പക്ഷേ ഞാൻ നോക്കിയപ്പം ഒന്ന് രണ്ട് പേര് വേറെ ഇരുന്നിട്ട് അവർക്ക് പ്രതിമ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയുടെ സൈഡ് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ബിഗ് ബോസ് അതിനകത്ത് ലൈവിൽ അത് മൊത്തമായിട്ട് കാണിച്ചിട്ടില്ല, ഒരു സൈഡിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തതാണ്. വേറെ ആരുമല്ല, ഒന്ന് റെനയും ഒന്ന് ബിന്നിയും. എന്നുവെച്ചാൽ ബിന്നിയും റെനയും ഈ പറഞ്ഞ ജിസേലിനെ എതിരെ പറയുമെന്നുണ്ടെങ്കിലും ജിസേലിന് ഇപ്പോഴും ഒരു പേടി ഉള്ളത് പോലെയാണ് അവിടെ നിൽക്കുന്നത്. എന്തിനാണെന്നറിയത്തില്ല ഇവര് പേടിക്കുന്നത്. പ്രതികരിക്കുന്നൊക്കെ ഉണ്ട്, ചാടിക്കേറി പ്രതികരിക്കുകയൊക്കെ ചെയ്തു, എല്ലാം ശരിയാണ്. പക്ഷെ ഇവർക്ക് ആ ഒരു പഴയ സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ജയിലിൽ പോയപ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര സങ്കടം, ജിസേല് ജയിലിൽ പോയല്ലോ എന്ന്. അപ്പൊ ഈ വീട്ടുകാരെല്ലാം കൂടെ പോയി അവിടെ പോർന്ന് കരയുകയാണ്, ജിസേല് ജയിലിലായല്ലോ, ജിസേലിനെ സന്തോഷിപ്പിക്കണ്ടേ. പണ്ടൊക്കെ രാജാക്കന്മാരെ സന്തോഷിപ്പിക്കാൻ ഈ ഡാൻസ് ഒക്കെ കളിക്കുമല്ലോ ആൾക്കാർ, അതുപോലൊക്കെയാണ് ജിസേലിനെ പോയിട്ട് അങ്ങ് പറഞ്ഞ് സൂചിപ്പിച്ച്, അല്ലെങ്കിൽ ജിസേലിനോട് കാര്യം പറഞ്ഞ് സമയം പോക്കണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് പേര്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സൈഡില് ഇരുന്നിട്ട് അവിടെ ആ പ്രതിമ ഉണ്ടാക്കി ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച പ്രതിമ അവിടെ ഇരിക്കുന്നത് എടുത്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് വെളിയിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജയിലിൽ കിടക്കുന്ന 2 പേർക്ക് അവരുണ്ടാക്കി വെച്ച ആ പ്രതിമ ഫിനിഷ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണാം. അത് കണ്ടവർക്കറിയാം അവിടെ വെക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസിന് നിയമങ്ങളില്ല, അവിടെ ഒരു നിയമാവലിയും ഇല്ല. എന്താ വെച്ചാൽ ജിസേലാണ് ജയിലിൽ കിടക്കുന്നത്. ശ്രദ്ധിക്കുക, ജയിൽ സന്ദർശന സമയത്ത് മാത്രമേ ജയിലിലുള്ളവരുമായി സമ്പർക്കം പാടുള്ളൂ. പിന്നെ ഇത് സമ്പർക്കം ഒന്നും പാടില്ല. പിന്നെ ഇതിനുശേഷം അവിടെ ബിഗ് ബോസ് പിന്നെയും വിളിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്, ജയിൽ സന്ദർശന സമയത്ത് മാത്രമേ ജയിലിലുള്ള ആൾക്കാരുമായി സമ്പർക്കം പാടുള്ളൂ എന്നുള്ളത്. ആ ഒരു അനൗൺസ്മെന്റിന് ശേഷം പിന്നെയും കുറെ നേരം അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റിന് മേളിൽ അവിടെ നിൽക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒന്നും ഒരു വിഷയമല്ല, ബിഗ് ബോസ് അനൗൺസ് ചെയ്തൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ഇതിന് ശേഷം ഈ ബിന്നിയും അനുമോളും ഈ ഷാനവാസും ഇവരെല്ലാം പോയതിനു ശേഷം, റെനയെല്ലാം അകത്തോട്ട് പോയതിനു ശേഷം വേറെ 3 പേര് വരുന്നുണ്ട്. ഈ അനൗൺസ്മെന്റ് കേട്ടവരാണെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടിച്ചാത്തൻ എല്ലാരെയും നോക്കട്ടെ.
ചൂല് വേണമെന്ന് അവിടെ പറയുന്നുണ്ട്. ഈ അനൗൺസ്മെന്റ് കേട്ടാണെന്ന് ഓർക്കണം പ്രത്യേകം വന്നത്. പക്ഷെ ഇതെല്ലാം പറയേണ്ടത് ക്യാപ്റ്റനോടാണ്. ക്യാപ്റ്റൻ അവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഒനിയിലൊക്കെ വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അനൗൺസ്മെന്റ് കഴിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് കണ്ടവർക്കറിയാം, അനൗൺസ്മെന്റിന് ശേഷം ഒരു 5 മിനിറ്റിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ അനൗൺസ്മെന്റ് കേട്ടിട്ടും ബിഗ് ബോസിനൊക്കെ ഒരു വിലയും കൊടുക്കാതാണ് ഇവിടെ അവരെല്ലാം വന്നിരിക്കുന്നത്. അപ്പോഴാണ് ജിസേല് പറഞ്ഞത് എനിക്കൊരു ചൂല് വേണമെന്ന് പറയുമ്പോൾ ആര്യൻ ചൂലെടുക്കാൻ പോകുന്നുണ്ട്. ഇതിന് ശേഷം ഒരു സീനുണ്ട്. ഞാൻ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഇന്ന് എൻ്റെ ജീവിതം മുഴുവൻ കളിമണ്ണ് പോലെ. ഇങ്ങനെ കാണിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനോ? എൻജോയ്. അവിടെ ജയിലിലുള്ളവർക്ക് കൊടുത്തിരുന്ന കളിമണ്ണ് എടുത്ത് വെളിയിലുള്ള നെവീന് ആ കളിമണ്ണ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ആ ഒരു പ്രതിമയുമായിട്ട് നെവീൻ ബിഗ് ബോസ് ഹൗസിന് അകത്തേക്ക് പോകുന്നു. ഇതുകൊണ്ട് ബാത്റൂമിന്റെ ആ ഭാഗത്ത് വെക്കുന്നു. നിങ്ങൾ ഓർക്കുക, പ്രത്യേകം ജയിലാണ്, ജയിലിലെ ശിക്ഷാ നടപടികളാണ്. ജയിൽ നിങ്ങൾ കാണുന്നത് പോലൊന്നുമല്ല, ജയിൽ ഭയങ്കര കഠിനമാണ്. ഇതൊക്കെ ആയിരുന്നു നമ്മളോട് നേരത്തെ പ്രൊമോയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ വന്ന് പറയുന്നതും, ലാലേട്ടനും വന്ന് പല പ്രാവശ്യം എപ്പിസോഡുകളിൽ, വീക്കെൻഡ് എപ്പിസോഡുകളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജയിലിനടുത്തോട്ട് ആരും പോകരുത്, ജയിലിലുള്ളവരെ അവിടേക്ക് വിടുക, ജയിൽ സന്ദർശന സമയത്ത് മാത്രം പോകുക എന്ന് ലാലേട്ടനും വന്ന് ഒരുപാട് പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ജയിലിൽ കിടക്കുന്നവർക്ക് കൊടുത്തിരുന്ന കളിമണ്ണ്, അവർക്ക് പ്രതിമ ഉണ്ടാക്കാൻ കൊടുത്ത കളിമണ്ണ് എടുത്ത് ആ പ്രതിമ ഉണ്ടാക്കിയ ഒരു പ്രതിമയുമായിട്ട് നവീൻ അവിടുന്ന് പോകുന്നുണ്ട്. വെളിയിലേക്കാണ് ഇത് സപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതൊന്നും നിയമലംഘനമല്ല. ഞാൻ പറയുന്നത് ബിഗ് ബോസിന്റെ കണ്ണിൽ ഇതൊന്നും നിയമലംഘനങ്ങളെ അല്ല. അനുമോള് ചെയ്താൽ മാത്രമേ അവിടെ നിയമലംഘനം വരൂ, അല്ലെങ്കിൽ അനീഷ് ചെയ്യണം നിയമലംഘനം വരണമെങ്കിൽ. കുറഞ്ഞത് ഒരു ഷാനവാസ് എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് നിയമലംഘനത്തിൽ വരും. പക്ഷെ വേറെ ആര് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു നിയമലംഘനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും വീക്കെൻഡ് എപ്പിസോഡുകളിൽ ചോദിക്കില്ല. ഫണ്ണല്ലേ? ഇതിന് ശേഷമാണ് ഈ ചൂലെടുത്തോണ്ട്, സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, അനുമോളും ജിസേലും ജയിലിൽ കിടന്ന സമയത്ത് എത്രമാത്രം അനുമോളെ ജിസേലിനെ വിട്ടേക്ക്, അനുമോളെ അത്രമാത്രം ക്യാപ്റ്റനായിട്ടിരുന്ന സമയത്ത് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാം പലരും. ഈ പറഞ്ഞ അപ്പാനിയാണ് ഏറ്റവും കൂടുതൽ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല, ചൂല് കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ തൂക്കണം, നിങ്ങൾ ജയിലിനകത്തുള്ളവർ തന്നെ ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അനുമോള് ഏത് സമയത്തൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഇവരെല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചൂലെടുത്തോണ്ട് വന്ന ആര്യൻ നമ്മുടെ ജിസേലിനെ സഹായിക്കുന്നുണ്ട്. ജിസേല് മോളെ എന്താ വെച്ചാൽ ജിസേല് ചങ്കിനകത്തല്ലേ, സഹായിക്കാതിരിക്കാൻ പറ്റുമോ? ബിഗ് ബോസ് ഒന്നും പറയത്തില്ല. ആര്യനാണ് അവിടെ തീരുമാനിക്കുന്നത്, അല്ല ജിസേലാണ് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത്. ആ ഒരു രീതിയിലേക്കാണോ ഇതെന്നുള്ളത് നമ്മുടെ സംശയങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് അവിടെ ഇപ്പോൾ ആര്യന്റെ പെരുമാറ്റം. ആര്യന് നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ലാലേട്ടന് പോലും റെസ്പെക്ട് ഇല്ല. എന്തുകൊണ്ടാണ് ഇത് ഇല്ലാത്തതെന്നൊക്കെ നമുക്ക് ഇപ്പോഴാണ് അതിന്റെ ഒരു തെളിവുകളൊക്കെ ചെറുതായിട്ട് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന് പരസ്യം കൊടുക്കുന്ന കമ്പനികളുണ്ട്. ആ കമ്പനിയുടെ ഏതോ ഒരു ബന്ധത്തിൽ എങ്ങനെയോ അതറിയില്ല കൃത്യമായിട്ട്, പക്ഷെ വെളിയിൽ വരുന്ന ന്യൂസ് അനുസരിച്ചിട്ട് ആ ഒരു കെയർ ഓഫിലാണ് ആര്യൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആര്യൻ അവിടെ എന്ത് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലാലേട്ടനെ വരെ ആക്കി വിട്ടത്. ഇടയ്ക്ക് തൊപ്പി വയ്ക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് കുളിക്കുമ്പം വെക്കണോ കിടക്കുമ്പം വെക്കണോ ഇതെല്ലാം കേട്ടിട്ട് ലാലേട്ടൻ അവിടെ വേറൊരു എപ്പിസോഡിൽ വന്നിട്ടാണ് ഞാനിതെല്ലാം കണ്ടു, ഞാനും ഇതൊക്കെ കഴിഞ്ഞിട്ടാ വന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് നോർമൽ രീതിയിൽ പറഞ്ഞു പോയി. അപ്പം ആര്യനൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇതൊരു നിയമലംഘനമായിട്ട് ആരും കണക്ക് കൂട്ടത്തില്ല, ബിഗ് ബോസ് പോലും, എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ആര്യന്റെ ആ ഒരു പ്രവൃത്തി ഒന്ന് കണ്ടു നോക്കുക. ശ്രദ്ധിക്കുക, ജയിൽ സന്ദർശന സമയത്ത് മാത്രമേ ജയിലിലുള്ളവരുമായി സമ്പർക്കം പാടുള്ളൂ. ഓക്കെ ബിഗ് ബോസ്, ഇതൊന്ന് കളയാം. ചൂലം കൊടുത്താൽ മതി, അവർ ചെയ്യട്ടെ എന്താന്ന് പറഞ്ഞാൽ തീരും. അല്ലടാ ഇത് പറഞ്ഞു കേട്ടില്ലേ, സംസാരിക്കണതാ. മറ്റേത് നാളെ വെക്കാം, എനിക്കത് കളയാനും തോന്നുന്നില്ല. അപ്പോഴും ബിഗ് ബോസ് പറയുന്നത് ജയിൽ സന്ദർശന സമയത്ത് മാത്രം വേണം അവരുമായിട്ട് സമ്പർക്കം പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ ക്യാപ്റ്റനായിട്ടുള്ള അബി അവിടെ നിന്ന് പറയുന്നുണ്ട് ചൂല് അവരോട് കൊടുക്കുക, അവരാണ് തൂക്കേണ്ടതെന്ന് ആര്യനോട് പറയുന്നുണ്ട്. ആര്യൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ തൂത്തോളാന്ന്. എനിക്ക് എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാ. ബിഗ് ബോസിനോട് അത്രമാത്രം റെസ്പെക്ട് ഉണ്ട്, നിങ്ങൾ ഓർക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ അനുമോൾക്കാണല്ലോ ലാലേട്ടനോട് റെസ്പെക്ട് ഇല്ലാത്തത്. എല്ലാവരും പറഞ്ഞ അനുമോൾ അന്ന് സമ്മതിച്ചില്ല. അനുമോൾ കണ്ട കാര്യം അനുമോൾ കണ്ടെന്ന് പറഞ്ഞു. അനുമോൾ അത് തിരുത്തി പറയാൻ നിന്നില്ല. അപ്പോഴത്തേക്ക് ലാലേട്ടനെ അപമാനിച്ചു, ബിഗ് ബോസിനെ അപമാനിച്ചു, എന്തൊക്കെയായിരുന്നു. ഇതൊന്നും ഒരു അപമാനമായിട്ട് തോന്നിയില്ല അല്ലേ? ഈ കാണുന്നവർക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു അപമാനമായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ശ്രദ്ധിക്കുക, ജയിൽ സന്ദർശന സമയത്ത് മാത്രമേ ജയിലിലുള്ളവരുമായി സമ്പർക്കം പാടുള്ളൂ. അതിലേക്ക് വെച്ചോ, അതിലേക്ക് തുറന്നു പോണേ, എനിക്കൊന്ന് ഫ്രഷ് ആയി. ബിഗ് ബോസ് ഈ പ്ലേറ്റ് എടുത്താണ് ബിഗ് ബോസ്, വേറെ ഒന്നുമില്ല. രണ്ട്
ആര്യം വന്നതിന് ശേഷം ഇത് മൂന്നാമത്താണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ കേട്ടത് രണ്ട്, ഈ സിറ്റുവേഷനിൽ നമ്മൾ കേട്ടത് രണ്ടാമത് എടുത്തു പറയുന്നതാണ് ബിഗ് ബോസ്. എന്താണ് പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം കേട്ടല്ലോ അല്ലേ? അപ്പോഴും ആര്യന്റെ ഒരു പരിപാടി അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജയിൽ സന്ദർശന സമയത്ത് മാത്രമേ ജയിലിലുള്ളവരുമായി സമ്പർക്കം പാടുള്ളൂ. അതിലേക്ക് വെച്ചോ, അതിലേക്ക് വെച്ചോ. തുറന്നു പോണേ, എനിക്കൊന്ന് ഫ്രഷ് ആകും. ബിഗ് ബോസ് ഈ പ്ലേറ്റ് എടുത്താണ് ബിഗ് ബോസ്, വേറെ ഒന്നുമില്ല. അതിനുശേഷം അവിടുന്ന് ക്യാമറ മാറ്റി. എന്ന് വെച്ചാൽ ഈ ജയിലിൽ ഉള്ളവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അത് എടുത്തുകൊണ്ട് വന്ന് വെളിയിൽ വെക്കേണ്ടത്, ചെയ്യേണ്ടതെല്ലാം ജയിലിൽ കിടക്കുന്നവർ തന്നെയാണ്. അല്ലാതെ വെളിയിരുന്ന് സഹായികൾ, ജയിലിനകത്ത് കിടക്കുന്നവർക്ക് സഹായികൾ ഉണ്ടെങ്കിൽ നമ്മൾ റിയൽ ആയിട്ട് കാണുന്ന പോലെ ജാമ്യമൊക്കെ എഴുതി കൊടുത്തിട്ട് ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോയാൽ പോരെ. എന്ത് ജയില്? ഇപ്പൊ ജയിലിനകത്ത് കിടക്കുന്ന എല്ലാം തൂത്തു കൊടുക്കുന്നു, അതുപോലെ അവരുടെ കളിമണ്ണുള്ള സാധനങ്ങൾ എടുത്ത് വെളിയിൽ വെക്കുന്നു. ഇതെല്ലാം ഇവർ തന്നെയാണ് ചെയ്യേണ്ടത്. അതും ജയിലിനകത്ത് കയറിയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജയിലിനകത്ത് കയറിയാണ് ഇത് ചെയ്യുന്നത്. ഇത് നിയമലംഘനമല്ലേ? അപ്പൊ ഈ നിയമലംഘനത്തെ പറ്റി പറയുമ്പോൾ 1, 2, 3 പേർക്ക് മാത്രമേ ഉള്ളൂ അവിടെ നിയമങ്ങൾ, ബാക്കിയുള്ളവർക്കൊന്നും നിയമലംഘനം ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ പ്രത്യേകതരമായ ആൾക്കാർക്ക് മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള കൺസിഡറേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടോ? ഇത് കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. എന്ന് വെച്ചാൽ നിയമം കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.